മണിപ്പൂർ സംസ്ഥാനത്തെ കുരുതിക്കളമാക്കി മാറ്റിയ മുഖ്യമന്ത്രി ബീരേൻ സിംഗ് ഒടുവിൽ രാജിവെച്ചിരിക്കുകയാണ്. പക്ഷാപാതപരമായ നിലപാടുകളോടെ മണിപ്പൂരിലെ ജനങ്ങളിൽ കടുത്ത ഭിന്നതയ്ക്ക് ആക്കം കൂട്ടിയതായിരുന്നു ബീരേൻ സിംഗിന്റെ ഭരണമെന്ന കടുത്ത അധിക്ഷേപങ്ങളോടെയാണ് അദ്ദേഹം നേരിട്ടുകൊണ്ടിരുന്നത്. അതിനിടയിൽ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുവാൻ കോൺഗ്രസ് പാർട്ടി തയ്യാറെടുക്കുമ്പോഴായിരുന്നു രാജിയുമായി ബീരേൻ രംഗത്ത് നിന്ന് വിടകൊണ്ടത്. നീണ്ട 2 വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയായിരുന്നു കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയ നീക്കം. അവിശ്വാസ പ്രമേയ നീക്കത്തിന് കോൺഗ്രസ് രംഗത്തിറങ്ങുമെന്ന് ഉറപ്പായതോടെ BJPയിലെ മുതിർന്ന നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്താൻ ദില്ലിയിലെത്തി അവിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെയായിരുന്നു ബീരേന്റെ രാജിപ്രഖ്യാപനം. മണിപ്പൂരിലെ മുൻ ഫുട്ബോൾ താരവും മാധ്യമ പ്രവർത്തകനുമായിരുന്നു ബീരേൻ സിംഗ്. 2000-ൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണ് ബീരേൻ രാഷ്ട്രീയത്തിൽ എത്തുന്നത്. എന്നാൽ 2016-ൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറുകയായിരുന്നു. തൊട്ടടുത്ത വർഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭരണം ലഭിക്കുന്നതിൽ ബീരേൻ നിർണായകമായ പങ്കാണ് വഹിച്ചത്. അങ്ങനെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയ ബീരേൻ 2022-ൽ മികച്ച വിജയത്തോടെയാണ് മുഖ്യമന്ത്രി സ്ഥാനത്ത് തുടർന്നത്. പക്ഷേ രണ്ടാം ഭരണത്തിൽ ലോകം മുഴുവൻ തുറച്ചു നോക്കുന്ന തരത്തിൽ പരസ്പരം വെട്ടിയും കുത്തിയും ഒരു സംസ്ഥാനത്തെ 2 ജനവിഭാഗങ്ങൾ കൊല്ലുകയും ചാവുകയും ചെയ്യുന്ന വല്ലാത്ത സാഹചര്യങ്ങളെ പരിഹരിക്കാനോ സ്ഥിതിഗതികൾ ശാന്തമാക്കുവാനോ കഴിയാത്ത കഴിവുകെട്ട സർക്കാരായി ബീരേൻ സർക്കാർ അധപതിച്ചുപോയി. കലാപം മൂർച്ഛിച്ച ഘട്ടത്തിൽ സംസ്ഥാനത്തെ ക്രമസമാധാനം പൂർവ്വസ്ഥിതിയിലാക്കുന്നതിൽ ബീരേൻ സർക്കാർ അമ്പേ പരാജയപ്പെട്ടെന്ന് ചൂണ്ടിക്കാട്ടി കോൺറാഡിംഗ്മയുടെ നാഷണൽ പീപ്പിൾസ് പാർട്ടി എന്ന NPP ബീരേൻ സിംഗ് സർക്കാരിനുള്ള 7 MLA-മാരുടെ പിന്തുണ പിൻവലിച്ചിരുന്നു. എന്നാൽ അന്ന് ബീരേനോ BJPയോ അത് കാര്യമാക്കിയിരുന്നില്ല. കാരണം 3 സ്വതന്ത്രന്മാരുടെയും നാഗ പീപ്പിൾസ് ഫ്രണ്ട് എന്ന NPF-ന്റെ 5 MLA-മാരുടെ പിന്തുണ BJPക്കുണ്ടായിരുന്നു. എന്നാൽ കലാപത്തിന്റെയും മനുഷ്യ കുരുതികളുടെയും മനം പുരട്ടുന്ന അനുഭവങ്ങളിൽ മടുത്ത സ്വന്തം പാർട്ടിയിൽ നിന്നുള്ളവരടക്കം 12ഓളം MLA-മാർ ബീരേനെ പുറത്താക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ട് മുൻപോട്ട് വന്നതോടെ ബീരേനും BJPയും അപകടം മണക്കുകയായിരുന്നു. വിശ്വാസ വോട്ടെടുപ്പ് നടക്കുമ്പോൾ ഈ MLA-മാർ പാർട്ടിക്കെതിരായ നിലപാട് സ്വീകരിച്ചാൽ ബീരേൻ സർക്കാർ നാണം കെട്ട രീതിയിൽ നിലം പൊത്തുമെന്ന സാഹചര്യം സംജാതമാകുമെന്ന നിലയിൽ കാര്യങ്ങൾ എത്തിയപ്പോഴായിരുന്നു ബീരേന്റെ കാര്യം പ്രതിസന്ധിയിലായത്. അപ്പോൾ തന്നെ മടങ്ങിയ ബീരേൻ ഞായറാഴ്ച വൈകുന്നേരം ബീരേൻ സിംഗ് ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് രാജിക്കത്ത് കൈമാറുകയായിരുന്നു. കേന്ദ്ര സർക്കാരും BJPയും ദില്ലി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ തിളക്കത്തിൽ നിൽക്കുമ്പോൾ മണിപ്പൂരിൽ അവിശ്വാസ പ്രമേയത്തിലൂടെ ബീരേൻ മൂക്കുകുത്തി വീണാൽ അത് ഉളവാക്കുന്ന തിരിച്ചടികളിലുള്ള ആശങ്കയും തിരക്കിട്ടുള്ള തീരുമാനമെടുക്കാൻ BJP കേന്ദ്ര നേതൃത്വത്തിന് പ്രേരണയായിട്ടുണ്ടാകാം. ഏതായാലും കുക്കി സമൂഹത്തെ ശത്രുക്കളായി കണ്ട് കണക്കറ്റ് ദ്രോഹിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തു എന്നുള്ള പാപത്തിന്റെ ഭാരം പേറി തന്നെയാണ് ബീരേൻ കളമൊഴിഞ്ഞിരിക്കുന്നത്. മണിപ്പൂരിലെ മെയ്തേയ് വിഭാഗക്കാരെ ആനുകൂല്യങ്ങൾക്ക് അർഹരായ ST വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്നത് പരിഗണിക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് ഹൈക്കോടതി നിർദ്ദേശം നൽകിയതിനെതിരെ പ്രതിഷേധിച്ച് 2023 മെയ് 3-ന് ഓൾ ട്രൈബൽ സ്റ്റുഡൻസ് യൂണിയൻ ഓഫ് മണിപ്പൂർ നടത്തിയ റാലിക്ക് പിന്നാലെയാണ് മെയ്തേയ് കുക്കി വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. കലാപത്തിൽ ഇരു വിഭാഗങ്ങൾക്കും ശക്തമായ ആൾനാശങ്ങളും നഷ്ടങ്ങളും ഉണ്ടാവുകയും ചെയ്തു. മനസാക്ഷിയുള്ള ഏതൊരാളിനെയും
സങ്കടത്തിൽ ആഴ്ത്താൻ പോന്ന തരം കലാപക്കെടുതികളാണ് പിന്നീട് മണിപ്പൂരിൽ ഉണ്ടായത്. കൊല ചെയ്യപ്പെട്ട മനുഷ്യരുടെ കണക്കുകൾ വ്യക്തമല്ലെങ്കിലും ഔദ്യോഗിക വിവരണം അനുസരിച്ച് 250-നടുത്ത് മനുഷ്യർ കൊല്ലപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഇതിൽ ഭൂരിപക്ഷവും കുക്കികളായിരുന്നു. കടുത്ത ആഭ്യന്തര യുദ്ധത്തിന് സമാനമായ സാഹചര്യമായിരുന്നു മണിപ്പൂരിൽ നിലനിന്നത്. 60,000 ആളുകൾ ഭവനരഹിതരായി. ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ നശിപ്പിക്കപ്പെട്ടു. 100 കണക്കിന് പള്ളികൾ ആക്രമിക്കപ്പെട്ടു. ഒരു പടക്കളത്തിൽ ശത്രുവിനെ കൊല്ലുന്നത് പോലെ ആയിരുന്നില്ല മണിപ്പൂർ കലാപത്തിലെ കൂട്ടക്കൊലകൾ. മറിച്ച് സ്ത്രീകളെയും കുട്ടികളെയുമെല്ലാം ക്രൂരമായി ബലാത്സംഗം ചെയ്തും വീടടക്കം ഇന്ധനമൊഴിച്ച് കത്തിച്ചും പതിയിരുന്ന ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുമൊക്കെയായിരുന്നു മണിപ്പൂരിനെ ഈ ആക്രമകാരികൾ ചുടലപ്പറമ്പാക്കി മാറ്റിയത്. എല്ലാം കണ്ടിട്ടും നിശബ്ദമായ കാഴ്ചക്കാരായി തുടർന്ന ഒരു നിഷ്ക്രിയ സർക്കാരിന്റെ നാണംകെട്ട പതനമാണ് ഇപ്പോൾ ദൃശ്യമായിരിക്കുന്നത്. തുടർച്ചയായി 3-ാം വട്ടവും അധികാരത്തിലേറി മുൻപോട്ടു പോകുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ പ്രയോഗിക്കാൻ ഒരു ആയുധമായിട്ടാണ് കോൺഗ്രസും പ്രതിപക്ഷ കക്ഷികളും മണിപ്പൂർ കലാപത്തെ ഉപയോഗിച്ചത്. എന്താണ് മണിപ്പൂരിൽ സംഭവിച്ചതെന്നും അതിൽ വർഗീയപരമായ എന്തെങ്കിലും ഉണ്ടോ എന്നും ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായ അവബോധമുണ്ടായിരുന്നു. അതേക്കുറിച്ച് അന്നത്തെ ഇംഫാൽ ബിഷപ്പുമായി സംസാരിച്ചതിന്റെ വെളിച്ചത്തിൽ മുംബൈ ആർച്ച് ബിഷപ്പായ കർദിനാൾ ഓസാൾഡ് ഗ്രേഷ്യസ് പറഞ്ഞത് മണിപ്പൂർ കലാപം വർഗീയ കലാപമല്ല, മറിച്ച് 2 ഗോത്രങ്ങൾ തമ്മിലുള്ള വംശീയ കലാപമാണെന്നായിരുന്നു. വംശീയ കലാപത്തിൽ ചില വർഗീയ ഘടകങ്ങൾ കലാപത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രകടമാണെങ്കിലും കാറ്റ് വീശുന്നത് നോക്കി പാറ്റാനിറങ്ങിയ കോൺഗ്രസ് മണിപ്പൂരിനെ വർഗീയ കലാപമാക്കി മാറ്റുകയും ക്രൈസ്തവരുടെ രക്ഷകർ തങ്ങളാണെന്ന് കാട്ടി പലതരത്തിലുള്ള പ്രഹസനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു. ഒരിക്കലും ക്രൈസ്തവ സമൂഹത്തോട് പ്രതിപത്തി കാട്ടിയിട്ടുള്ളവരെങ്കിലും കോൺഗ്രസിനൊപ്പം ഇല്ലാത്ത ക്രൈസ്തവ സ്നേഹത്തിന്റെ മുതലക്കണ്ണീരും പിന്നെ ഇമോഷണൽ ഡയലോഗുമായി CPM-ഉം മുസ്ലിം സംഘടനകളും രംഗത്തെത്തി. ഇവരെല്ലാം ക്രൈസ്തവരുടെ രക്ഷകവേഷം കെട്ടിക്കൊണ്ട് മാധ്യമങ്ങളിലും ചാനൽ ഫ്ലോറുകളിലും കളം നിറഞ്ഞ് ആടുകയായിരുന്നു. ആ എക്കോസിസ്റ്റത്തിൽ വാർത്തകളെ കൃത്യമായി വിലയിരുത്തി സത്യവും അസത്യവും വേർതിരിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാതിരുന്ന പല ക്രൈസ്തവരും ആ പ്രചരണങ്ങളിൽ വീണുപോയി. വംശീയ കൊലകൾ നടന്ന മണിപ്പൂർ കലാപത്തെ വർഗീയമാക്കി കുക്കി ഗോത്ര വിഭാഗക്കാരെ ചൂണ്ടിക്കാട്ടി ക്രൈസ്തവർ പീഡിപ്പിക്കപ്പെടുന്നേ എന്ന് പറഞ്ഞ് LDF-ഉം UDF-ഉം കരയുകയും അതിനെ പിന്തുണച്ചുകൊണ്ട് ചില മുസ്ലിം സംഘടനകളും ആ കോറസിൽ പങ്കുചേരുകയും ചെയ്തതാണ് പോയ വർഷത്തെ ഏറ്റവും വലിയ കോമഡി. ആഗോള വ്യാപകമായി ക്രൈസ്തവ സമൂഹത്തെ നിഷ്ഠൂരമായി ദ്രോഹിക്കുകയും കൊന്നു തള്ളുകയും ചെയ്യുന്നത് ഇസ്ലാമിക ഭീകര സംഘടനകളാണ്. നൈജീരിയയിലും കോംകോയിലും ബുർക്കിനോ ഫാസയിലും നാഗോർണോ കരാബാക്കിലുമെല്ലാം കരുണയുടെ കണിക പോലും ഇല്ലാതെയാണ് ഇസ്ലാമിക തീവ്രവാദികൾ ക്രൈസ്തവരെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ കണ്ടിട്ട് കണ്ണ് ഇറക്കി അടച്ച് പ്രസ്താവനകൾ ഇറക്കുന്നവരാണ് തീരെ ലജ്ജയില്ലാതെ മതേതര പ്രസ്താവനകൾ നടത്തി നാണം കെട്ട രാഷ്ട്രീയം കളിച്ചുകൊണ്ട് മണിപ്പൂരിൽ ക്രൈസ്തവരെ കൊല്ലുന്നേ എന്ന് പറഞ്ഞ് രംഗത്തിറങ്ങിയത്. കേരളത്തിൽ വിഴിഞ്ഞത്തും കൊച്ചിയിൽ മുനമ്പത്തും ക്രൈസ്തവ സമൂഹം അനുഭവിച്ച പങ്കപ്പാടുകളിലും ദുരിതങ്ങളിലും അവരോട് ഒരു സഹാനുഭൂതിയും കാണിക്കാതെ അവരെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി നടപടികൾ എടുക്കുകയും ഒരു മനസാക്ഷി കുത്തും ഇല്ലാതെ ക്രൈസ്തവരെ ചതിക്കുന്ന നിലപാടുകൾ എടുക്കുകയും ചെയ്തവർ പാലസ്തീനിൽ ഒരു ഓലപ്പടക്കം പൊട്ടിയാലും ശക്തമായി പ്രതിഷേധിച്ചുകൊണ്ട് വിലപഗീതം പാടി പ്രതിഷേധിക്കുന്ന ഇക്കൂട്ടർ ആഗോളതലത്തിൽ ഇസ്ലാമിക തീവ്രവാദികളാൽ ക്രൈസ്തവർ കൊല ചെയ്യപ്പെടുമ്പോൾ ആപൽക്കരമായ മൗനം പാലിച്ച് ചത്തതുപോലെ കിടക്കുകയാണ് പതിവ്. അവർക്കും മണിപ്പൂരിനെ കണ്ടപ്പോൾ കലശലായ ക്രൈസ്തവ സ്നേഹം പൊട്ടിപ്പുറപ്പെട്ടുവെന്ന് പറയുന്നതായിരുന്നു ഏറ്റവും വലിയ രാഷ്ട്രീയ കൗശലത. മെയ്തേയ് വിഭാഗത്തിന്റെ പ്രതിനിധിയായ ബിരേൻ സിംഗ് ഭരിക്കുമ്പോൾ അവരെ തന്നെ സംരക്ഷിച്ച് നിർത്തേണ്ടത് രാഷ്ട്രീയമായി ബിരേന് അനിവാര്യമായി മാറി. അത് കലാപത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മെയ്തേയികൾക്ക് കൂടുതൽ ശക്തമായി അഴിഞ്ഞാടാനുള്ള അവസരമായി മാറുകയും
അവരത് പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ കലാപത്തിന്റെ ആദ്യഘട്ടം കഴിഞ്ഞപ്പോൾ കുക്കികളും രണ്ടും കൽപ്പിച്ച് രംഗത്തിറങ്ങുകയും അതോടെ മണിപ്പൂർ അതിഭീകരമായ ഒരു കലാപ ഭൂമിയായി മാറുകയായിരുന്നു. അപ്പോഴൊന്നും അത് ഉൾക്കൊള്ളാനും അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രാജിവെച്ചൊഴിയുവാൻ ബിരേൻ സിംഗ് തയ്യാറായില്ല. അത് കനത്ത പ്രതിഷേധമാണ് BJPക്കെതിരെ ഉണ്ടായത്. ഏതായാലും ബീരേന്റെ പതനത്തോടെ മണിപ്പൂരിൽ പ്രത്യാശയുടെ പുതുനാമ്പുകൾ പൊട്ടിമുളയ്ക്കുകയാണ്. എങ്കിലും വിളക്കി ചേർക്കാനാകാത്ത വിധം പരസ്പരം അകന്നുപോയ രണ്ട് ജനതകളുടെ ഉള്ളിലെ കനൽ കരിഞ്ഞണങ്ങി പൂർവ്വസ്ഥിതിയിലെത്താൻ ഇനിയും വർഷങ്ങൾ എടുത്തേക്കാം. കാലം മായ്ക്കാത്ത മുറിവുകളില്ലല്ലോ. നമുക്ക് മണിപ്പൂരിൽ സമാധാനം സംജാതമാകാൻ പ്രാർത്ഥനയോടെ കാത്തിരിക്കാം. വാർത്തയിലെ സത്യങ്ങളുമായി ഇനി അടുത്തയാഴ്ച.